ബന്ധങ്ങൾ സ്വാർത്ഥതയിലേക്കും അവകാശവാദങ്ങളിലേക്കും ചുരുങ്ങുന്ന ഈ കാലത്ത് മനസ്സിനേറെ കുളിർമ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. മകൻ മരണപ്പെട്ടിട്ട് പോലും മരുമകളെ സ്വന്തം മകളായി കണ്ട ഒരു വീട്ടമ്മയുടെ കഥയാണിത്. വിധിയുടെ ക്രൂരതയിൽ തകർന്നുപോയ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു അമ്മായിയമ്മയുടെ വിപ്ലവകരമായ നിലപാടിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ മകന്റെ ഭാര്യയല്ലേ അവൾ? ഇനിയുള്ള കാലം അവൾ ജീവിക്കേണ്ടത് അവന്റെ വിധവയായാണെന്ന് ബന്ധുക്കൾ വിധിയെഴുതിയപ്പോഴും അവിടെ തന്റെ മരുമകൾക്ക് വേണ്ടി ഉറച്ച തീരുമാനവുമായി നിലകൊണ്ടത് ആ അമ്മായിയമ്മ തന്നെയാണ്. ഒഡീഷയിലെ അങ്കുൽ ജില്ലയിൽ നിന്നുമാണ് ഈ ഹൃദയസ്പർശിയായ സംഭവം പുറത്തു വന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പ്രതിമ ബെഹ്റ എന്ന വീട്ടമ്മയുടെ ഇളയ മകൻ രശ്മി രഞ്ജനും ലില്ലി എന്ന പെൺകുട്ടിയും വിവാഹിതരാകുന്നത്. ലില്ലി തന്റെ പുതിയ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവൾക്ക് 1000 സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിന് മാസങ്ങളുടെ ആയുസ് മാത്രമേ വിധി നൽകിയുള്ളൂ. ജൂലൈ മാസത്തിൽ ഭരത്പൂരിലെ കൽക്കരി ഖനിയിലുണ്ടായ ഒരു അപകടം ലില്ലിയുടെ സർവ്വ സന്തോഷങ്ങളെയും തകർത്തു കളഞ്ഞു. വിവാഹം കഴിഞ്ഞ് 5-ാം മാസം അവൾ വിധവയായി. ഭർത്താവ് മരണപ്പെട്ടതോടെ വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി ഒറ്റപ്പെട്ടു പോയിരുന്നു. തന്റെ മകൻ മരിച്ചതിൽ പ്രതിമയും ഏറെ തകർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വേദനയേക്കാൾ അവർക്ക് സഹിക്കാൻ കഴിയാതിരുന്നത് തന്റെ മുന്നിൽ ജീവച്ഛവമായി നിൽക്കുന്ന മരുമകളെ ഓർത്താണ്. മുൻപ് ഗ്രാമപഞ്ചായത്ത് മേധാവി കൂടിയായിരുന്ന പ്രതിമയ്ക്ക് അറിയാമായിരുന്നു സമൂഹത്തിന്റെ കണ്ണിൽ ലില്ലി ഇനിയൊരു വിധവ മാത്രമായി മാറുമെന്ന്. പക്ഷേ ഒരു മരുമകൾ എന്നതിലുപരി പ്രതിമയ്ക്ക് അവൾ സ്വന്തം മകളായിരുന്നു. മകനിനി മടങ്ങിവരില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പ്രതിമ ലില്ലിയോട് പുതിയൊരു ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. നിനക്ക് ഇനിയും ജീവിതമുണ്ട് മോളെ, നീ ഇനിയും സന്തോഷവതിയായി തന്നെ ഇരിക്കണമെന്ന് അവർ ലില്ലിക്ക് ധൈര്യം നൽകി. അവളെ മറ്റൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എന്നാൽ പ്രതിമയുടെ ആ സ്നേഹത്തിന് മുന്നിൽ ഒടുക്കം ലില്ലിക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. ലില്ലിക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തുക എന്നതായിരുന്നു പ്രതിമയുടെ അടുത്ത ലക്ഷ്യം. അങ്ങനെ പ്രതിമ സ്വന്തം സഹോദരന്റെ മകനായ സാൻഗ്ര ബെഹ്റയോട് ഇക്കാര്യം ചോദിച്ചു. ആ യുവാവ് അതിന് സമ്മതം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ മകൻ മരിച്ച് 4 മാസങ്ങൾക്ക് ശേഷം തന്നെ ലില്ലിയുടെ 2ാം വിവാഹം നടന്നു. അവിടെ കന്യാദാനം നടത്തിയത് അമ്മായിയമ്മയായ പ്രതിമയായിരുന്നു. മകന്റെ വിയോഗത്തിന്റെ തീരാനഷ്ടത്തിനിടയിലും തന്റെ മരുമകൾക്ക് പുതിയൊരു ജീവിതം കൊടുത്ത് ആ നിമിഷം ചരിത്രമായി മാറി. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ താൻ തയ്യാറായതിനെക്കുറിച്ച് പ്രതിമ പറയുന്നത് ഇങ്ങനെയാണ്. എന്റെ മകൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് എനിക്കറിയാം. ആ നഷ്ടം നികത്താനാവാത്തതാണെന്നും. പക്ഷേ 20 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ മരുമകളുടെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല. തുടർന്നും സന്തോഷകരമായ ജീവിതം നയിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവളെ പുനർവിവാഹം ചെയ്തയക്കാൻ ഞാൻ തീരുമാനിച്ചത്. മരുമകളുടെ വിവാഹം നടത്താൻ മുൻകൈയെടുത്ത പ്രതിമയെ നിരവധി ആളുകളാണ് അഭിനന്ദിച്ചത്. ഇവർ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമാണെന്നും പലരും വിശേഷിപ്പിച്ചു.